ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്ന ഒരു ചീസ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഈ ചീസ് സാൻഡ്വിച്ച് നമുക്കിപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ഗസ്റ്റ് വരുമോ, അല്ലെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഒന്ന് വിശന്ന് വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചീസ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് 2 സ്ലൈസ് ബ്രെഡ് നമ്മൾ എടുത്തു വെച്ചു. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മൾട്ടിഗ്രെയിൻ ബ്രെഡാണ്. നിങ്ങൾക്ക് മിൽക്ക് ബ്രെഡൊക്കെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കണം. കുറച്ച് ടൊമാറ്റോ സോസ് നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യണം. ടൊമാറ്റോ സോസ് നന്നായിട്ടുള്ളതാണ് ഇതിന് ടേസ്റ്റ്. പിന്നെ നമുക്ക് ഒരു ചീസ് സ്ലൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചീസ് സ്ലൈസും കൂടി വെക്കണം. നമുക്ക് അതിന് മുമ്പായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി എരിവ് വേണ്ട പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ചില്ലി ഫ്ലേക്സ് ഇടണം എന്നില്ല. ഇപ്പോൾ ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് പെപ്പർ പൗഡറോ അല്ലെങ്കിൽ ഒറിഗാനോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചീസ് സ്ലൈസ് വെക്കണം. എന്നിട്ട് മാക്സിമം ഒരു 40 സെക്കൻഡ്സ്, ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ചീസൊക്കെ മെൽറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. നമ്മളൊന്ന് മൈക്രോവേവ് ചെയ്യണം. നമ്മളൊരു 40 സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്തു. അപ്പം ഇത് കണ്ടോ, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് കണ്ടോ, നമ്മൾ ടൊമാറ്റോ സോസും അതുപോലെ ചീസും ഒക്കെ ചില്ലി ഫ്ലേക്സും ഒക്കെ വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് കട്ട് ചെയ്യാം. ഇത് നമ്മളിന്ന് തയ്യാറാക്കിയത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ചീസ് സാൻഡ്വിച്ചാണ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എളുപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസും ചീസ് സ്ലൈസും വെച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇനി പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റി ഒന്ന് ഫ്ലേവർ ചെയ്യാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.